6 കോടി രൂപ മുടക്കി നിർമ്മിച്ച റോഡ് 6ാം നാൾ പൊളിഞ്ഞതിൽ കോടതിയെ സമീപിക്കാൻ യൂത്ത് കോൺഗ്രസ്. കോഴിക്കോട് കൂളിമാട് എരഞ്ഞിമാവ് റോഡിന്റെ തകർച്ച റിപ്പോർട്ടർ ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. അന്വേഷണം പ്രഖ്യാപിച്ച പൊതുമരാമത്ത് മന്ത്രി ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൽ വിശ്വാസമില്ലെന്ന് പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. തകർന്ന റോഡിലൂടെ പ്രകടനം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഉപ്പ് തിന്നവരെ കോടതിയുടെ മുൻപിലെത്തിക്കുമെന്നും യൂത്ത് കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞു ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നു. ഞങ്ങൾ പറയുന്നു ഇതിൽ എല്ലാവരും ഉപ്പ് തിന്നിട്ടുണ്ട്. ഇവിടെയുള്ള ഭരണ സംവിധാനം, ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ കരാറുകാർ എല്ലാവരും ഇതിൽ ഉപ്പ് തിന്നിട്ടുണ്ട്. ആ ഉപ്പ് തിന്നവരെ ആരെ വെള്ളം കുടിപ്പിക്കണമെന്ന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കും. ഞങ്ങളതിൻ്റെ ജുഡീഷ്യറി സംവിധാനം, കോടതി സംവിധാനത്തിലേക്ക് നീങ്ങാൻ വേണ്ടി പോവുകയാണ്. കോടതിയിലേക്ക് പോയിട്ട് ആരൊക്കെ ഉപ്പ് തിന്നിട്ടുണ്ടോ അവരെയൊക്കെ ഞങ്ങൾ വെള്ളം കുടിപ്പിക്കും. റിപ്പോർട്ടർ ടിവി വാർത്തയെ തുടർന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഗുണനിലവാര പരിശോധനയ്ക്കായി സാമ്പിളുകളും ശേഖരിച്ചു. ബദൽ പരിശോധനയുമായി യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. റോഡ് ചെയ്തിട്ടുള്ള ടാറിങ്ങും കാര്യങ്ങളും മിക്സ് ചെയ്ത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ റോഡിൻ്റെ മിക്സ് എടുത്തുകൊണ്ട് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ഒരു ടെസ്റ്റ് ലാബിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മിക്സ് എടുത്ത് കൊണ്ടുപോവുകയാണ്. പൊളിഞ്ഞ ഭാഗം റീടാർ ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ ഉദ്യോഗസ്ഥരും കരാറുകാരനും നീക്കം നടത്തുന്നതിനിടയിലാണ് റിപ്പോർട്ടർ ടിവി വാർത്ത പുറത്തു കൊണ്ടുവന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.